കേരള ക്രിക്കറ്റ് ലീഗിൽ തുടർച്ചയായ രണ്ടാം തവണയാണ് ഏരിസ് കൊല്ലം സെയിലേഴ്സ് ഫൈനലിൽ എത്തുന്നത്. ആദ്യം ഫീൽഡ് ചെയ്തത് ബൗളർ മാർക്ക് അനുകൂലം ആയെന്ന് ക്യാപ്റ്റൻ സച്ചിൻ ബേബി കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഈ റിപ്പോർട്ടിന് ശേഷം പ്രത്യേക ഓണപരിപാടികളിലേക്ക് നമുക്ക് പോകാം. സച്ചിൻ ബേബിയും സംഘവും തുടർച്ചയായ രണ്ടാം തവണയും KCL ഫൈനലിലെത്തിയിരിക്കുകയാണ്. സെമി ഫൈനലിൽ ഒരു 10 ഓവർ തീരും മുമ്പേ ഒരു മത്സരം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഒരു ഉജ്ജ്വലമായ വിജയം തൃശ്ശൂർ ടൈറ്റൻസിൽ തോൽപ്പിച്ച് ക്യാപ്റ്റൻ സച്ചിൻ ബേബി കൂടെയുണ്ട്. സച്ചിനെ, അപ്പോൾ തുടർച്ചയായ രണ്ടാം തവണ നിലവിലെ ചാമ്പ്യന്മാർ ഫൈനലിലെത്തിയിരിക്കുന്നു. വളരെ സന്തോഷം ആൻഡ് ഗ്രേറ്റ്ഫുൾ ഈ ഒരു വിക്ടറിക്ക്. കാരണം നമ്മൾ ഒരു വലിയൊരു കാര്യം തന്നെയാണ് തുടർച്ചയായ രണ്ടാമത്തെ ഒരു ഫൈനലെത്തുക എന്നുള്ളത്. ഇനി നമ്മുടെ കയ്യിലൊരു ബിഗ്ഗസ്റ്റ് ചലഞ്ചാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് പൊസിഷൻ എത്തുന്നുള്ള കാര്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ് ഇനി. അപ്പോൾ ഇന്ന് പൊതുവേ നമുക്ക് ഈ പിച്ചിനെ പൊതുവേ റൺസ് ഒഴുകുന്ന പിച്ചാണെന്നൊക്കെ ആയിരുന്നു മത്സരം തുടങ്ങും മുമ്പുള്ള ഒരു പ്രവചനമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പം 86 റൺസിനായിരുന്നു തൃശ്ശൂരിനെ വിക്കറ്റ് എല്ലാവരും പുറത്തായിട്ടുണ്ടായിരുന്നത്. വിക്കറ്റ് നമ്മൾ ഇനീഷ്യലി കുറച്ച് ഹെൽപ്പ് ഉണ്ടായിരുന്നു ഫോർ ദ ഫാസ്റ്റ് ബോളേഴ്സ്. അപ്പം ആ ഒരു മോയ്സ്ചറിലും ഇതിലൊക്കെ. ബട്ട് നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സ് നന്നായിട്ട് അത് യൂസ് ചെയ്തു. കറക്റ്റ് ഇൻ്റർവെല്ലിൽ നമുക്ക് വിക്കറ്റ് കിട്ടി. അപ്പോൾ കുറച്ചും കൂടെ അവർ നല്ല പ്രഷറിലോട്ട് ആയിപ്പോയി. ബട്ട് സ്റ്റിൽ നമ്മുടെ ബാറ്റ്സ്മാൻമാർ തിരിച്ച് നമ്മളെ വിക്കറ്റ് എന്താണ് നമ്മൾ കാണിച്ചു കൊടുത്തത്. എങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, കൊല്ലം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ലീഗ് റൗണ്ടിൽ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ജയപരാജയങ്ങൾ മാറി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിർണായകമായ മത്സരത്തിൽ കഴിഞ്ഞ അവസാന മത്സരത്തിലാണെങ്കിൽ ആലപ്പി റിപ്പിൾസിനെ 4 വിക്കറ്റിന് കൊല്ലം തോൽപ്പിക്കുന്നു. ഇപ്പോൾ സെമി ഫൈനലിലാണെങ്കിലും ആ യഥാർത്ഥ കൊല്ലത്തിൻ്റെ ഒരു ശക്തി തിരിച്ചു വന്നിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമുക്ക് എന്താണോ ചെയ്തിട്ടുള്ളത് കട്ട് സമയത്ത് നമുക്ക് ആ ഒരു നല്ല കാര്യങ്ങൾ വരും എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് ലീഗ് മാച്ചസിലാണെങ്കിലും നമ്മൾ ആ തോൽക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ ഈ ടീമിൻ്റെ സ്ട്രെങ്ത്ത് നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ള കാര്യം. അപ്പോൾ ജസ്റ്റ് ഞാൻ അത്രയും നമ്മുടെ പിള്ളേരോട് പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ജസ്റ്റ് വെയിറ്റ് ഫോർ ദ റൈറ്റ് മൊമെൻറ്റ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളും യു വിൽ ബി ദ ഹീറോ ഓൺ ദാറ്റ് ഡേ. സോ ഇന്ന് നമുക്ക് ഭരത് സൂര്യ ഒരു പുതിയ ഹീറോ നമുക്ക് നമ്മുടെ ടീമിൽ വന്നു. ഇനിയും ഹീറോസ് വരും അടുത്ത മാച്ചിൽ. ഭരതിന് ഇപ്പോൾ 2 മത്സരങ്ങളിലാണ് ഭരത് ഓപ്പണറായി വന്നിട്ടുള്ളത്. അത് വിജയം കണ്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ? 100%. ബിക്കോസ് നമ്മുടെ ടീമിൽ പാവുന്ന പേരല്ല, ഇനി പുറത്തിരിക്കുന്ന വേറെ 7 പേരാണെങ്കിലും അവരും ഈക്വലി മാച്ച് വിന്നേഴ്സാണ്. നമ്മൾ കളിക്കുന്ന പാവുന്ന അത്രയും ഈക്വലി ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സാണ് നമ്മുടെ. അപ്പം അവർക്കും അൺഫോർച്യുനേറ്റ്ലി നമുക്ക് പാവുന്ന വരെ കളിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്കും ആ ഒരു റൈറ്റ് മൊമെൻറ്റ് വരും. കാരണം നമ്മൾ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. സോ അത് ഇന്നിപ്പോൾ ഭരത് നല്ല 2 കൈയിലും നീട്ടി സ്വീകരിച്ചു. അപ്പോൾ ഓണനാളിൽ ഒരു വിജയത്തിന്റെ പൂക്കാലം മാറി തീർക്കുമെന്ന് ആദ്യത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയം ഇവിടെ തീർന്നിരിക്കുകയാണ്. ഏരിസ് കൊല്ലം സെയിലേഴ്സ് ഇത്തവണത്തെ KCL ആദ്യ ഫൈനൽ എത്തുന്ന ആദ്യത്തെ ടീമായി ഏരിസ് കൊല്ലം സെയിലേഴ്സ് മാറിയിരിക്കുന്നു. സച്ചിൻ ബേബിയും സംഘവും. സച്ചിന് ഈ ഫൈനലിലേക്ക് ഇനി ആരാണ് എതിരാളി എന്നാണ് നമുക്കിനി കാത്തിരിക്കാനുള്ളത്. അപ്പോൾ ക്യാമറമാൻ പ്രമോദിനൊപ്പം AP സജിഷ, കൈരളി ന്യൂസ്.